ജമ്മു കശ്മീരിലെ പഹൽഗാം മേഖലയിൽ ഭീകരാക്രമണത്തിൽ 25-ലധികം വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുകയാണ്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ സൈന്യം രണ്ടാം ദിവസവും കശ്മീരിലെ നിയന്ത്രണരേഖ ലംഘിച്ചു. ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചതായും ആളപായമൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കി. 22-ാം തീയതി കാശ്മീരിലെ പഹൽഗാം പ്രദേശത്ത് ഒത്തുകൂടിയ വിനോദസഞ്ചാരികൾക്ക് നേരെ സൈനിക യൂണിഫോം ധരിച്ച ഭീകരർ അപ്രതീക്ഷിതമായി വെടിയുതിർക്കുകയായിരുന്നു. ഒരു പ്രദേശവാസി ഉൾപ്പെടെ 26 പേർ കൊല്ലപ്പെട്ടു. രാജ്യമെമ്പാടും വൻ പ്രതിഷേധം സൃഷ്ടിച്ച സംഭവം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ ശക്തമായി അപലപിച്ചു. അമേരിക്ക, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഇസ്രയേൽ എന്നിവയുൾപ്പെടെ വിവിധ രാജ്യങ്ങളും തങ്ങളുടെ അപലപനം പ്രകടിപ്പിച്ചു. കുറ്റവാളികൾ ലോകത്തെവിടെയായിരുന്നാലും അവരെ വെറുതെ വിടില്ലെന്നും അവർക്ക് അർഹമായ ശിക്ഷ നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. ഇതിനു പുറമെ ഈ ആക്രമണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധസാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിരവധി സുപ്രധാന ചരിത്ര കരാറുകൾ റദ്ദാക്കപ്പെടുകയും ഇരു രാജ്യങ്ങളും യുദ്ധാഭ്യാസങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ഇന്ത്യൻ വ്യോമസേന, നാവികസേന, കരസേന എന്നീ 3 സായുധ സേനകളും ജാഗ്രത പാലിച്ചിരിക്കുന്നതിനാൽ ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാനെ ആക്രമിക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. ആക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരർക്ക് പാകിസ്ഥാനിൽ ആയുധ പരിശീലനം ലഭിച്ചുവെന്ന് ആരോപിക്കപ്പെടുമ്പോൾ സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കുകയും അട്ടാരിയിലേക്കുള്ള അതിർത്തി അടച്ചുപൂട്ടൽ, പാകിസ്ഥാനികളോട് ഇന്ത്യ വിട്ടു പോകാനുള്ള ഉത്തരവിടൽ എന്നിവയുൾപ്പെടെ തുടർച്ചയായ നടപടികൾ ഇന്ത്യ സ്വീകരിച്ചു വരികയാണ്. ഇന്ത്യയുടെ നടപടികൾ പാകിസ്ഥാനിൽ കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വെള്ളത്തിനും ഭക്ഷണത്തിനും പോലും ക്ഷാമം നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാനെ നയിച്ചു. ഈ സാഹചര്യത്തിൽ കോപം പ്രകടിപ്പിക്കാൻ ഒരു മാർഗവും കണ്ടെത്താനാകാതെ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇടയ്ക്കിടെ അതിക്രമിച്ചു കയറുകയാണ്. വളരെ കാലത്തിനു ശേഷം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സൈന്യം കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ വെടിയുതിർത്തു. കൈത്തോക്കുകളും യന്ത്രത്തോക്കുകളും ഉൾപ്പെടെയുള്ള പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ചാണ് വെള്ളിയാഴ്ച രാവിലെ വെടിവെപ്പ് നടത്തിയത്. ഇന്ത്യൻ സൈന്യം തക്കതായ മറുപടിയും നൽകി. തുടർച്ചയായ രണ്ടാം ദിവസവും പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി പറയപ്പെടുന്നു. വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച പുലർച്ചെയും ഇത് തുടർന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അതിർത്തിയിൽ വെടിവെപ്പ് സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ സൈന്യം അതിർത്തിയിൽ ഇടയ്ക്കിടെ അതിക്രമിച്ച് കടക്കുകയാണ്. ഇന്ത്യൻ സൈന്യവും പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കുന്നതിനാൽ സംഘർഷാവസ്ഥ രൂക്ഷമാണ്. അതിർത്തിയിലെ ഗ്രാമവാസികൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത് തുടരുന്നു. അതിർത്തിയിൽ യുദ്ധവിമാനങ്ങൾക്ക് വിഹരിക്കാൻ പാകിസ്ഥാൻ അനുമതി നൽകുന്നതിനാൽ ഇന്ത്യയും എന്തിനും തയ്യാറാണ്.